മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ ഇടമടുത്തുണ്ട്. കണ്ണുകൾ കാണുവതില്ല, കാതുകൾ കേൾപ്പതില്ല. കണ്ണുകൾ കാണുവതില്ല, കാതുകൾ കേൾപ്പതില്ല. ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. സംഭരണഭരണിയിൽ നിന്നവർ പോകും, നിരന്തരമനുഗ്രഹം മാറിപ്പോകും. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ ഇടമടുത്തുണ്ട്. നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. അനുകരിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. കാൽപ്പാടുകൾ എന്ന് പറയുന്ന ഈ മിനിസ്ട്രിയിലൂടെ ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. എന്നെ ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കൾക്കും ലോകരക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ മിനിസ്ട്രിയിലൂടെ എളിവനായി എന്റെ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തെ ഞാൻ വലിയൊരു പദവിയായി കാണുകയാണ്. അതിനവസരം നൽകിയ ബഹുമാനപ്പെട്ട ദിവദാസനോട് നന്ദി പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തരുവാൻ ഇടയായിത്തീർന്നു. ഇടുക്കി ജില്ലയിലെ കമ്പംമെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാൻ ഇടയായിത്തീർന്നത്. മാതാപിതാക്കളുടെ 6 മക്കളിൽ മൂത്ത മകനായി ഞാൻ ജനിക്കുവാൻ ഇടയായിത്തീർന്നു. ബാല്യകാലങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തെ ചിലവിട്ടു. യവനത്തിന് സൃഷ്ടിതാവാകുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കാത്ത ജീവിത സാഹചര്യങ്ങളിൽ അകപ്പെട്ട് പോയി. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ പരിമിതമായിരുന്നു. 10ാം ക്ലാസ്സിൽ വിജയം പ്രാപിക്കുവാൻ എനിക്ക് ഇടയായിത്തീർന്നില്ല. തുടർന്ന് ഉപജീവനത്തിന് വേണ്ടി തയ്യൽ എന്ന് പറഞ്ഞൊരു കൈത്തൊഴിൽ പഠിക്കുവാനും അതിന്റെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു പോകുവാനും എനിക്ക് അവസരമുണ്ടായി. അവിടെ കടന്നു ചെന്നപ്പോൾ തയ്യൽ തൊഴിലാണ് ഞാൻ ആഗ്രഹിച്ച് കടന്നു പോയതെങ്കിലും എനിക്ക് ലഭിക്കപ്പെട്ട അവസരം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബാർ ഹോട്ടലുകളിൽ കടന്നു ചെന്ന് അവിടെ കടന്നു വരുന്ന തമിഴന്മാരായ കുടിയന്മാർക്ക് വേണ്ടി പാട്ടുപാടുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. അവിടെ ജീവിതം നയിച്ചു വരവേ ക്രമേണ എന്റെ ജീവിതം മദ്യപാനത്തിലേക്ക് വഴുതി മാറുവാൻ ഇടയായിത്തീർന്നു. മദ്യവും മയക്കുമരുന്നുകളും ഒക്കെ യഥേഷ്ടം ഉപയോഗിക്കുന്ന ഒരു ജീവിത സാഹചര്യം എനിക്കുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. പെത്തഡിൻ, LSD, മാട്രിസ് എന്നീ മയക്കുമരുന്നുകളൊക്കെ സ്വന്തം ജീവിതത്തിൽ ഉപയോഗിച്ച് ആ ബാറിൽ ഒരു പാട്ടുകാരനായി ജീവിച്ചു വരവേ അവസാനം ഈ മദ്യം ലഭിക്കാതിരിക്കുമ്പോൾ, മയക്കുമരുന്ന് ലഭിക്കാതിരിക്കുമ്പോൾ മാനസിക വിഭ്രാന്തി കാട്ടുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഞാനൊരു മദ്യപാനത്തിന് അടിമയാണെന്നും മാനസിക വിഭ്രാന്തി കാട്ടുന്ന ഒരുവനാണെന്നും മനസ്സിലാക്കിയ ആ ബാർ ഹോട്ടലിലെ ആളുകൾ ക്രമേണ എന്നെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ തിരുപ്പൂർ ബസ് സ്റ്റാൻഡിൽ 2-3 ദിവസം ആ ബസ് സ്റ്റാൻഡിൽ അന്തിയുറങ്ങുവാൻ ഇടയായി. അവിടെയുള്ള ഒരു പൈപ്പിന്റെ ചുവട്ടിൽ നിന്ന് വെള്ളം കുടിച്ച് എന്റെ വിശപ്പടക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു കടക്കാരൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, അയ്യാ നീ 2 നാളെങ്കിൽ ഉட்கார்ந்துருக்க ഞാൻ പാത്തേനെ അയ്യാ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എനിക്ക് ഇഡലി തരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ അവളെ ആ തിരുപ്പൂർ ബസ് സ്റ്റാൻഡിൽ തളർന്നിരിക്കുമ്പോൾ എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ബാല്യകാല സ്നേഹിതന് യാദൃശ്ചികമായി എന്നെ കാണുവാനും എന്റെ സ്വന്തം നാട്ടിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ബസ്സിന് ടിക്കറ്റ് എടുത്ത് തന്നിട്ട് ആ ബസ്സിൽ ഇങ്ങനെ ആ കണ്ടക്ടറോട് ഇങ്ങനെ പറഞ്ഞു, സാറേ ഇവനെ കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇറക്കാവൂ എന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ ഇടയായിത്തീർന്നു. ദീർഘവർഷങ്ങളായി ഭവനവുമായി ബന്ധമില്ലാതെ ആ സാഹചര്യത്തിൽ ഞാൻ മടങ്ങി വരുമ്പോൾ എന്റെ വീടിന്റെ മുൻപിൽ ഒരു നീലപ്പെടുത വിരിച്ചിരിക്കുന്നതും അനേക ആളുകൾ വന്നു പോകുന്നതുമായ ഒരു കാഴ്ചയാണ് കാണുവാൻ ഇടയായിത്തീർന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ, മൂത്ത മകനായി ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിച്ച എന്റെ മാതാപിതാക്കൾ എന്റെ ഇളയ സഹോദരനെ വിവാഹം ചെയ്യുന്ന ആ വിവാഹ പന്തലിലേക്കാണ് ഞാൻ കടന്നു വരുവാൻ ഇടയായിത്തീർന്നത്. വന്ന ആളുകളൊക്കെ സന്തോഷത്തോടുകൂടി ആയിരുന്നുവെങ്കിലും ദൂരവേ നിന്ന് കണ്ട എന്റെ മാതാവ് ഓടി എന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മകനെ നിന്നെ ഒരു മാനസിക രോഗിയെ പോലെ എനിക്ക് കാണേണ്ടടാ, നീ എവിടെയെങ്കിലും പോയി മരിക്കുവാൻ പറഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ട്. ആ സന്ദർഭത്തിൽ കോട്ടയത്തിനടുത്തുള്ള മാന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും എന്റെ മാതാവിന്റെ ജ്യേഷ്ഠ സഹോദരി ആ വിവാഹ പന്തലിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവനെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇടുക്കി ജില്ലയിൽ നിന്നും കോട്ടയത്തേക്ക് ഞാൻ കടന്നു വരുവാനിടയായി. ആ മാതാവിന്റെ ജ്യേഷ്ഠ സഹോദരി വീട്ടിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിതം നിരാശ നിറഞ്ഞ ഒരു ജീവിതാനുഭവം എനിക്കുണ്ടായി. മരണം മാത്രമേ മുന്നിൽ ആശ്രയമുള്ളൂ, മരിക്കുക മാത്രമേ ഇനി
പ്രതിവിധിയുള്ളൂ എന്ന് പറഞ്ഞ് ഉള്ള ഒരു ചിന്ത എന്റെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ള ചിന്തയോടുകൂടെ കോട്ടയം റെയിൽപാളത്തെ ലക്ഷ്യമാക്കി ഞാൻ കടന്നു പോകുവാനിടയായിത്തീർന്നു. നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുമ്പോൾ ആരോ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഒരു ലഘുലേഖ എന്റെ ശ്രദ്ധയിൽപ്പെടുവാനിടയായിത്തീർന്നു. ആ ലഘുലേഖ അത് കയ്യിലെടുത്തിട്ട് ഞാനത് ഇങ്ങനെ വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ എന്നെ മറക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്ന ആ ലഘുലേഖ ഞാൻ ആവർത്തിച്ച് വായിച്ചു. എങ്കിലും മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടായി വരിക, ജീവിക്കേണ്ട, ആത്മഹത്യ ചെയ്യണം, നിരാശ നിറഞ്ഞ ജീവിതം എന്തിനാണ് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ ഭരിച്ചപ്പോൾ വീണ്ടും ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയോടുകൂടെ ഞാൻ ഓടി ഒരു കാലി ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ കയറി നിന്നിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ലോകത്തിൽ എല്ലാ വസ്തുവിനും ഒരു ഉപയോഗമുണ്ട്. ഉപയോഗമില്ലാത്തൊരുവനായി ഞാനായിരിക്കുന്നു. അങ്ങേക്ക് എന്നെ വേണമോ പറയണമേ, അല്ലെങ്കിൽ അടുത്ത ട്രെയിനിൽ ഞാൻ മരിക്കുമെന്ന് ആ കാലി ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. അവസാന പ്രാർത്ഥനയെന്നോണം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാത്തൊരു ദൈവത്തിന്റെ ശബ്ദം എന്റെ ഉള്ളത്തോട് ഇങ്ങനെ സംസാരിച്ചു: കാലാളുകളോടുകൂടി ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് ഇങ്ങനെ മത്സരിച്ചോടും. സമാധാനമുള്ള ദേശത്ത് നിർഭയനായിരിക്കുന്നു. യോർദാന്റെ വൻകാറ്റിൽ നീ എന്ത് ചെയ്യുമെന്നുള്ള ഈ ദൈവത്തിന്റെ വചനം എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ സംസാരിച്ചു. ഇതെന്താണെന്നോ ഇതാരാണ് എന്നോട് പറയുന്നതെന്നോ ഒന്നും എനിക്ക് മനസ്സിലാകുവാനിടയായില്ല. എങ്കിലും ഏതോ ഒരു അദൃശ്യ രൂപം എന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ തിരിച്ച സന്തോഷമുള്ളവനായി ഒരു സുബോധം പ്രാപിക്കപ്പെട്ട ഒരുവനെ പോലെ വീണ്ടും എന്റെ മാതാവിന്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. ആ സന്ദർഭങ്ങളിലാണ് കുമ്പനാട് ജനറൽ കൺവെൻഷൻ നടക്കുവാനിടയായിത്തീർന്നത്. വളരെ താല്പര്യത്തോടുകൂടി ആ കുമ്പനാട് ജനറൽ കൺവെൻഷൻ ഞാൻ കടന്നുപോയി. ആ രാത്രിയിൽ ആ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകൻ വില്യം ലീ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ് വചനം ശുശ്രൂഷിച്ചത്. അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഒരു കുശവന്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രം ചീത്തയായി പോയെങ്കിലും കുശവൻ തനിക്ക് അതിന് തോന്നിയ മറ്റൊരു പാത്രമായ രൂപഭംഗി വരുത്തി അതിനെ രൂപപ്പെടുത്തി എന്നുള്ള ആ ദൈവത്തിന്റെ വചനം സംസാരിച്ചപ്പോൾ അത് എന്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് ഞാൻ ചിന്തിക്കുവാനും ശിഷ്ടകാലം എന്റെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ വലിയൊരു തീരുമാനത്തോടു കൂടിയാണ് ഞാൻ കൺവെൻഷൻ പന്തൽ വിടുവാനിടയാക്കുന്നത്. അങ്ങനെ കടന്നു വന്ന സന്ദർഭത്തിലാണ് കോട്ടയം കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് PV ആശാരി ഉപദേശിയുടെ ഒരു കൺവെൻഷൻ കൂടുവാൻ എനിക്ക് അവസരമുണ്ടായി. പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങിയതെങ്കിലും അന്നത്തെ സുവിശേഷ പ്രഭാഷണം ഇങ്ങനെയായിരുന്നു: മുടിനായ പുത്രൻ അവന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. നീ ഇവിടെ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഈ പ്രസംഗം കഴിഞ്ഞേ കടന്നു പോകാവൂ എന്ന് അദ്ദേഹം ആമുഖമായി പറഞ്ഞു. ആ പ്രസംഗം ഞാൻ ആവോളം കേൾക്കുവാനിടയായിട്ട് അവസാനം കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തപ്പോൾ ഓടി സ്റ്റേജിലേക്ക് ചെയ്തിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: സാറേ, ആ പാപിയായ മനുഷ്യൻ ഞാനാണ്, സാർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഉള്ളംകൈയിൽ ഒലിവെണ്ണ എടുത്തിട്ട് എന്റെ ശിരസിൽ അഭിഷേകം ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഇന്നലെ വരെ നീ പിശാചിനുള്ളവനായിരുന്നു, ഇന്ന് മുതൽ നിന്നെ യേശുവിന് വേണ്ടി വേർതിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. അങ്ങനെ എനിക്ക് ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. ആ കാലഘട്ടത്തിലാണ് പാസ്റ്റർ ലാസർ വി മാത്യു അവരുടെ ദത്തെടുപ്പ് എന്ന് പറഞ്ഞ പ്രസംഗം കേൾക്കുവാൻ എനിക്ക് അവസരമുണ്ടായത്. പല എന്റെ ദൈവവിശ്വാസികളിൽ പലരും, എന്റെ സ്നേഹിതന്മാർ പലരും പറഞ്ഞു, ഇങ്ങനെ കടന്നുപോയിട്ട് കാര്യമില്ല, ഒരു വിവാഹ ജീവിതമൊക്കെ ചെയ്യണം എന്ന് അവർ സ്നേഹത്തോടുകൂടെ ദൈവസ്നേഹത്തിന് എന്നോട് പറയുമ്പോൾ പലരും ചോദിച്ചു: മാനസിക രോഗിക്ക് ആര് കല്യാണം കൊടുക്കും, വട്ടന് ആര് പെണ്ണു കൊടുക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസിലൂടെ ഇങ്ങനെ സംസാരിച്ചു. 1996 നവംബർ മാസം 14-ാം തീയതി എന്നൊരു തീയതി എഴുതുവാൻ ഇടയായി തീർന്നാൽ അന്ന് നിനക്ക് ഞാൻ ഒരു തുണയെ നൽകുമെന്ന് ദൈവാത്മാവിനോട് പ്രവചനാത്മാവിൽ സംസാരിക്കുവാനിടയായിത്തീർന്നു. ദൈവഹിത പ്രകാരം ആ ദിവസം തന്നെ ദൈവം എനിക്ക് ഒരു തുണയെ നൽകി തരുവാൻ ദൈവത്തിന് പ്രസാദമായി. അങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുവാൻ ഭാഗ്യമുണ്ടായില്ല. പല സന്ദർഭങ്ങളിൽ ആ നന്മകളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ സന്ദർഭത്തിലാണ് കുമ്പനാട് ബൈബിൾ കോളേജിലേക്ക് ഞാൻ വചനം പഠിക്കുവാൻ കടന്നുപോയത്. ദൈവത്തിന് വചനം പഠിപ്പിച്ച പാസ്റ്റർ CV ജോണപ്പച്ചൻ ബൈബിൾ വചനം പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: അബ്രഹാം, ഖെഹാത്ത്, അമ്രാം, മോശ എന്ന 4-ാം തലമുറക്കാരനായ മോശയെ കുറിച്ച് വചനം പഠിപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തോട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ ആ വചനം ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ആ സന്ദർഭത്തിൽ കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ പ്രീമിയർ എഡിഷൻ ബൈബിൾ വിൽക്കുന്ന ഒരു അവസരമുണ്ടായിരുന്നു. അവിടെ നിന്ന് 50 രൂപയ്ക്ക് ഒരു ബൈബിൾ വാങ്ങി അതിൽ ഞാൻ മോസസ് എന്നെഴുതി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വൈദ്യശാസ്ത്രം AB പോസിറ്റീവായി എനിക്കും AB നെഗറ്റീവായി എന്റെ വൈഫിന്റെ ബ്ലഡ് ഗ്രൂപ്പും ആയതുകൊണ്ട് നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് കോട്ടയം മാങ്ങാനമായി ആശുപത്രിയിലെ ഡോക്ടർ ശോശാമ ഡോക്ടറാണ് ഞങ്ങളെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവുകയില്ല എന്ന് പറയുവാനിടയായിരുന്നു. എങ്കിലും ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചു. ദൈവം എനിക്കൊരു മകനെ നൽകി തരുമെന്ന് പറഞ്ഞ ആ ബൈബിളിൽ മോസസ് എന്നെഴുതി ഞാൻ പ്രാർത്ഥിക്കുവാനിടയായിരുന്നു. ആ
ആ സന്ദർഭത്തിലാണ് പാസ്റ്റർ ലാസർ ബി മാത്യുവിന്റെ ദത്തെടുപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രസംഗം കാസറ്റിലൂടെ കേൾക്കുവാൻ എനിക്ക് അവസരമുണ്ടായി. ആ പ്രസംഗത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: ഭക്തനായ ജോസഫ് ഫറവോ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ജോസഫിനോട് ഫറവോ രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണ്: ആ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ കഴിവുള്ള ആ മിടുക്കൻ നീയാണോ എന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പറയുന്നത് ഇങ്ങനെയാണ്: രാജാവേ, ഞാനൊരു മിടുക്കനൊന്നുമല്ല, ഞാനൊരു മണ്ടനാണ്. എന്നെ പോലെ ഒരു മരമണ്ടൻ ലോകത്തിലില്ല രാജാവേ എന്ന് പറയുന്ന ആ ഭാഗത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞു: ഞാനൊരു മണ്ടനാണെങ്കിലും എന്റെ ദൈവം മിടുക്കനാണെന്ന് പറയുന്ന ആ ഒരു വാക്ക് എന്റെ മനസ്സിൽ കുറിക്കൊള്ളുവാൻ ഞാൻ ഇടയായിത്തീർന്നു. ആ രാത്രി ഞങ്ങൾ കടന്നു വന്ന് ഞാനും എന്റെ പ്രിയപ്പെട്ടവരും കൈകോർത്ത് പ്രാർത്ഥിച്ചു. നമ്മുടെ കഴിവുകേടുകൾ കഴിവുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു: എന്റെ പിതാവായ അബ്രഹാമിന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽത്തരികളെ പോലെ സന്താനങ്ങളെ നൽകുവാൻ കഴിയുമെങ്കിൽ നീ എന്നെ തെരുവിൽ നിന്നാണ് ശേഖരിച്ചത്. എന്റെ കാലശേഷം ഈ പുസ്തകത്തിന് അനന്തരാവകാശിയായി നീ എനിക്കൊരു പുരുഷപ്രതിയെ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ബൈബിളിൽ മോസസ് എന്നെഴുതി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. പിറ്റേ പ്രഭാതത്തിൽ ഞാൻ തിരുവചനം പഠിക്കുവാൻ കുമ്പനാട് ബൈബിൾ കോളേജിൽ കടന്നു വരുമ്പോൾ ചാപ്പൽ സർവീസിന് പാസ്റ്റർ മാത്യു കോശി എന്ന് പറഞ്ഞൊരു ദിവദാസന് വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നാലാമത്തെ ബെഞ്ചിലിരിക്കുന്ന സഹോദര, നിന്നോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അവന് വേണ്ടി ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി എന്നുള്ള ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞു: നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഓടി ഞങ്ങളുടെ റൂമിൽ ചെന്നിട്ട് ആ ബൈബിൾ എടുത്ത ദേവദാസനോട് പറഞ്ഞു: ദേവദാസനെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആ സന്ദർഭങ്ങളിൽ രാത്രികാലങ്ങളിൽ പല കടകളിൽ പോയി ജോലി ചെയ്യുവാനും ബൈബിൾ കോളേജിൽ വന്ന് പഠിക്കുവാനും എരുമേലിക്കടുത്തുള്ള ഒരു സ്റ്റേറ്റിൽ പാറ പൊട്ടിക്കുന്ന ആളുകളുടെ സഹായിയായി തീർന്നിട്ടാണ് ഞാൻ ദൈവവചനം പഠിക്കുവാൻ ഇടയായിത്തീർന്നത്. അത്രത്തോളം ഒരു പരിമിതമായ ജീവിത സാഹചര്യത്തിലാണ് എന്റെ ബൈബിൾ പഠനം അവിടെ ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. എങ്കിലും ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരുടെ AB നെഗറ്റീവ് ഗ്രൂപ്പിനെ O പോസിറ്റീവ് ആക്കി മാറ്റി ദൈവം എനിക്കൊരു മകനെ നൽകി തരുവാൻ ഇടയായിത്തീർന്നു. 27/7/2000 മാങ്ങാനം മന്ദിര ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എനിക്കൊരു പുരുഷ പ്രതിയെ നൽകുവാൻ ദൈവത്തിന് പ്രസാദമായി. മന്ദിര ഹോസ്പിറ്റൽ ഡോക്ടർ സോശാമ തന്നെയാണ് ആ പൈതലിനെ എന്റെ കരങ്ങളിൽ നൽകുവാൻ ഇടയായിത്തീർന്നത്. 3 കിലോ 400 ഗ്രാം ഭാരത്തോടെ എന്റെ ആൺകുഞ്ഞിനെ നൽകി തരുമ്പോൾ അവിടെ മുട്ടുകുത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു: എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ആ കുമ്പനാട് ബൈബിൾ കോളേജിലെ ദൈവത്തിന്റെ പഠനം, ദൈവവചനത്തിന്റെ പഠനം അവസാനിപ്പിച്ച് 2000 ഗ്രാജുവേഷൻ ചെയ്യുവാൻ കടന്നു വരുമ്പോൾ TS അബ്രഹാം അവരുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു: പപ്പ, എന്റെ മോന് ഇതുവരെ പേരിട്ടിട്ടില്ല, ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ കുഞ്ഞിനെ കരങ്ങളിൽ വാങ്ങിയിട്ട് അവന് മോസസ് എന്ന് പേർ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് അവസരത്തെ നൽകുവാൻ ഇടയായിത്തീർന്നു. ആ സന്ദർഭങ്ങളിൽ അവൻ മറ്റാരുടെ സഹായമോ മറ്റു ജീവിതത്തിൽ എനിക്കുള്ള സഹായത്തിന്റെ കരങ്ങളൊക്കെ കുറവായിരുന്നപ്പോൾ ഒരു രാത്രിയിൽ ഞാൻ എന്റെ ബൈബിൾ കോളേജിലെ ബ്ലാക്ക് ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചു: ഗോഡ് വിൽ പ്രൊവൈഡ്. യഹോവ എനിക്ക് വേണ്ടി കരുതിക്കൊള്ളുമെന്ന് ഒരു രാത്രി ഞാൻ ബോർഡിൽ എഴുതി വെച്ചിട്ട് അതിൽ കൈവച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. പിറ്റേ പ്രഭാതത്തിൽ ബൈബിൾ കോളേജിൽ പഠനത്തിന് ദൂരവേ നിന്ന് കടന്നു വന്ന പ്രിൻസ് എന്ന് പറഞ്ഞൊരു ദേവദാസൻ, വളരെ ദൂരത്തു നിന്നാണ് അദ്ദേഹം ഡേ സ്കോളറായിട്ട് കടന്നു വരുന്നത്. അദ്ദേഹം കടന്നു വന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കൈയടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: സഹോദര, അവിടെ നിന്ന് നിൽക്കണം, ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ആ പ്രാർത്ഥനാ വിഷയം എന്റെ കയ്യിൽ എഴുതി തന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു: നിങ്ങൾ റൂമിൽ പോയിട്ട് മാത്രമേ ഇത് നോക്കാവൂ എന്ന് പറഞ്ഞു. ഞാൻ ആ റൂമിൽ വന്ന് ആ പേപ്പർ നോക്കുമ്പോൾ അതിൽ ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന തലേ രാത്രിയിൽ ഞാൻ ബ്ലാക്ക് ബോർഡിൽ എഴുതി വെച്ച ഗോഡ് വിൽ പ്രൊവൈഡ് എന്ന് പറഞ്ഞ ആ വാക്യം അദ്ദേഹം എഴുതി എന്റെ കയ്യിൽ നൽകി തന്നിട്ട് അതിനകത്ത് അല്പം പണം വെച്ചിട്ട് എന്നോട് പറഞ്ഞു: പ്രാർത്ഥിക്കണം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. എന്റെ വിശ്വാസം വർദ്ധിച്ചു. ആ കാലഘട്ടങ്ങളിൽ വളരെ ആബ്സെന്റ് എനിക്കുണ്ടായിരുന്നു. ഒരിക്കൽ എന്നെ ബൈബിൾ കോളേജിൽ നിന്ന് ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ പാസ്റ്റർ KJ ജെയിംസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ് അവിടുത്തെ രജിസ്ട്രാറായി സേവനം അനുഷ്ഠിച്ചത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു: സാറിനെ പറഞ്ഞു വിടരുത്, സാറിന് എന്നെ അറിയാമല്ലോ എന്ന് പറയുവാനിടയായി. അദ്ദേഹം പറഞ്ഞു: സഹോദര, നിന്നെ പറഞ്ഞു വിടാനല്ല ഞങ്ങൾ വിളിച്ചത്, നിന്നെ ഒന്ന് സഹായിക്കുവാൻ ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വളരെ നല്ല മാന്യമായ നിലയിൽ ബൈബിൾ കോളേജിലെ പ്രിയപ്പെട്ടവർ എന്നെ സഹായിച്ചു. അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട വൈദ്യന്റെ പ്രിയപ്പെട്ടവരുടെ ഓപ്പറേഷനും ഒക്കെ നടക്കുവാനിടയായിരുന്നത്. അന്ന് രാത്രി ഞാൻ ആ ബ്ലാക്ക് ബോർഡിൽ എഴുതി വെച്ചിരുന്ന ആ വാക്യം, ഗോഡ് വിൽ പ്രൊവൈഡ് എന്ന് പറഞ്ഞ ആ വാക്യം ഞാൻ ഇന്നും സൂക്ഷിച്ച് ഞാൻ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. ഇന്ന് എനിക്ക് വേണ്ടി ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹത്തിന്റെ പിന്നിൽ ആ ഒരു വാക്യം ഉള്ളത് കൊണ്ട് ഞാനത് ഒരു വാക്യബോർഡായിട്ട് തന്നെ ഞാൻ ഇന്നത് സൂക്ഷിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വഴിത്തിരിവായി തീർന്ന ഈ അനുഭവം ഞാൻ മറ്റു പലരുമായി പങ്കുവയ്ക്കുമ്പോൾ
ഞാൻ പറയാറുണ്ട്, ഗോഡ് വിൽ പ്രൊവൈഡ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിക്കൊള്ളുമെന്ന് ഞാൻ അവരോട് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ നിലവാരം പുലർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു രാത്രി കോട്ടയം റെയിൽവേ ട്രാക്കിൽ കടന്നു വന്നിട്ട് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഒരു സുവിശേഷകനാകുമ്പോൾ നീ എന്നെ ട്രാക്കിൽ കൂടെ അയക്കണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ ദൈവം എനിക്ക് അവസരത്തെ നൽകി. ആ കോട്ടയത്ത് നിന്നും ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 3 ദിവസം വഴി ദൂര യാത്രയിൽ ആ ട്രെയിനിന്റെ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും ചെന്ന് ഇങ്ങനെ പറഞ്ഞു, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരകനായ ഒരു ദൈവമുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സുവിശേഷം പ്രസ്താവിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഭോപ്പാലിന്റെ പല സ്ഥലങ്ങളിൽ കടന്നുപോയി സുവിശേഷ വേല ചെയ്യുവാൻ എനിക്ക് അവസരമുണ്ടായി. ആ കാലങ്ങളിൽ ഒരു സുവിശേഷ വിരോധിയുടെ ആക്രമണത്താൽ അദ്ദേഹം എന്നെ സ്കൂട്ടർ എടുപ്പിച്ച് വഴിയിൽ വീഴുകയും എന്റെ ഇടത്തെ തോള് ഇരുന്നു പോയി തിരിച്ച് കേരളത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് അവസരമുണ്ടായി. അങ്ങനെയാണ് ഞാൻ തിരിച്ച് കേരളത്തിൽ കടന്നു വന്ന് പലവിധമായ ദിവ്യശുശ്രൂഷകൾ ചെയ്യുവാൻ എനിക്ക് അവസരം നൽകിയത്. 1997 മുതൽ ഞാൻ പരസ്യയോഗങ്ങൾ ചെയ്യുന്നുണ്ട്. എന്റെ സുവിശേഷത്തിന്റെ താല്പര്യം കണ്ടു മനസ്സിലാക്കി അമേരിക്കയിൽ നിന്നും ഒരിക്കൽ കടന്നു വന്ന ജോർജ് മുത്തായി എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ദിവദാസൻ പാമ്പാടിക്കടുത്ത് അദ്ദേഹം വീടുകൾ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ചെറിയ പണിക്ക് വേണ്ടി ഞാൻ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ എന്റെ സുവിശേഷ താല്പര്യം മനസ്സിലാക്കി അദ്ദേഹം എനിക്ക് ഒരു ചെറിയ ഹാൻഡ് മൈക്ക് സെറ്റ് വാങ്ങി നൽകുവാനിടയായി തീർന്നു. ഉപദേശിയുടെ മകൻ എന്ന ഒരു ക്രിസ്ത്യൻ മൂവി ഇറക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹം ആ ക്രിസ്ത്യൻ ഫിലിമിലൂടെ രചിച്ചിരിക്കുന്ന ഒരു പാട്ടിന്റെ ഒരു 2 ലൈൻ എന്റെ ജീവിതാനുഭവത്തോട് ചേർത്ത് ഞാൻ ഒന്ന് പാടുവാൻ ആഗ്രഹിക്കുകയാണ്. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ കാണുവതില്ല, കാതുകൾ കേൾപ്പതില്ല, ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. സമ്പന്ന ഭരണിയിൽ നിന്നവൻ തൂവും നിരന്തരമനുഗ്രഹം മാറിപ്പോയും. മനസ്സേ വ്യാകുലമരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. ഈ പാട്ട് എന്റെ ജീവിതത്തിൽ വളരെ ധൈര്യപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ്. എന്റെ അനേക സ്നേഹിതന്മാരോടുകൂടെ വാടകയ്ക്ക് എടുക്കുന്ന സെറ്റുകളിലും വായ്പ വാങ്ങിയുമൊക്കെ ഞങ്ങൾ അനേക ഇടങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരത്തെ നൽകി. എനിക്ക് 2 ആൺമക്കളെയും ഒരു പെൺപൈതലിനെയും ദൈവം ദാനമായി നൽകി തന്നു. ഞങ്ങൾ ഇപ്പോൾ കുടുംബമായി പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർത്തുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ആ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ നൽകിയ ഏറ്റവും മഹനീയമായ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ കവലകളിൽ യേശുവിനെ സാക്ഷിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ആയിരക്കണക്കിന് കവലകളിൽ എനിക്ക് യേശുവിനെ സാക്ഷിപ്പാൻ ഭാഗ്യം നൽകി തന്നിട്ടുണ്ട്. പല മാനസിക രോഗികളായ ചെറുപ്പക്കാർ എന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നിട്ടുണ്ട്. ഒരിക്കൽ 14 മൈലിൽ സുവിശേഷ കവലയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 2005 ഞാൻ വളരെ കഠിനമായ ഒരു രോഗിയായിത്തീർന്നു. എന്റെ ബ്ലാഡറിൽ ഒന്ന് ചുരുങ്ങിപ്പോയതുകൊണ്ട് പ്ലാസ്റ്റിക് പടുതയിൽ കിടന്നുറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഞാൻ കിടക്കയിൽ കിടക്കുമ്പോൾ മൂത്ത വൈകൽ സ്കൂളിൽ നിന്ന് കടന്നു വന്നപ്പോൾ ഇങ്ങനെ ഉപ്പാച്ചി എനിക്ക് സ്വീറ്റ്ന വേണമെന്ന് പറഞ്ഞ് എന്നോട് പറയാനിടയായി. ഞാൻ പറഞ്ഞു, മോനെ പപ്പാച്ചി രോഗിയായി കിടക്കുകയല്ലേ, മോനെ യേശു അപ്പനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കിടന്നിട്ട് എനിക്ക് അല്പം താല്പര്യമുണ്ടായി. 14 മൈലിൽ കടന്നു വന്നിട്ട് ആ ഒരു പ്രസംഗം ചെയ്യുവാൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തമിഴിന്റെ വാക്ക് പറഞ്ഞു, ഉലകത്തിന് അൻപൊരുനാൾ ഉലർந்தே போய்விடும், மனைவியின் அன்பொருநாள் மறந்தே போய்விடும், கணவனின் அன்பொருநாள் கரைந்தே போய்விடும், தாய் தந்தை அன்பொருநாள் தனிதே போய்விடும், தேசத்தின் அன்பொருநாள் தேர்ந்தே போய்விடும், ஆனால் அளവിட முடிയാத അൻപ് യേശുവിൻ അൻപ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമിഴനായ മാനസിക രോഗി എന്റെ അടുക്കൽ ഓടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹായ് തമിഴ് എന്ന് പറഞ്ഞ് അദ്ദേഹം തമിഴ് കേട്ടുകൊണ്ട് കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അയ്യാ എനക്കാകെ ജപിക്കലാമാ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിനക്കായി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ടവൻ എന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഞാൻ അദ്ദേഹത്തെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകുവാൻ ഇടയാക്കുന്നു. പല സന്ദർഭങ്ങളിൽ ഞാൻ കടന്നു പോകുന്ന ജീവിത വഴിത്താരകളിൽ
ആമേൻ മനസ്സ് തകർന്നവരെ, മാനസിക നിലവാരം തെറ്റിയവരെയൊക്കെ ഈ പാട്ടിലൂടെയും വചനപ്രഘോഷണം ഒക്കെ ചെയ്യുമ്പോൾ അവർ എന്റെ അടുക്കൽ കടന്നു വരികയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ഏതെങ്കിലും ഒരു റെയിൽ പാളത്തിൽ ചിത്രപ്പെട്ട കുറെ മാംസങ്ങളായിട്ടോ ഏതെങ്കിലും ഒരു കടത്തലയിൽ ഒരു മനസ്സ് തകർന്ന ഒരു മാനസിക രോഗിയായിട്ടോ അലയേണ്ട എന്നെ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ച സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്റെ സർവ്വമാനവും മഹത്വം ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ദിനത്തിൽ എനിക്ക് സ്നേഹത്തോടുകൂടെ ബഹുമാന്യ ശ്രോതാക്കളോട് പറയുവാനുള്ളത്, അവൻ നിങ്ങൾക്കായി കരുതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളണം എന്ന് ദൈവത്തിന്റെ വചനത്തെ ഞാൻ ഓർപ്പിക്കുക കൂടി ഞാൻ ചെയ്യുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഈ 2019 മുതൽ ആണല്ലോ കോവിഡ് എന്ന് പറഞ്ഞ മഹാവ്യാധി നമ്മെ വളരെ ഭാരപ്പെടുത്തുവാൻ ഇടയായിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ വീടിന് പുറത്തിറങ്ങുവാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് 2 ആൺമക്കളെയും ഒരു പെൺപൈതനെയുമാണ് ദൈവം ദാനമായി നൽകി തന്നത്. ഈ പെൺപൈതൽ അവളുടെ മാതാവിനോട് പറയുകയാണ്, അമ്മേ, നമ്മളൊരു പശുവായിരുന്നെങ്കിൽ നമുക്ക് പുല്ല് തിന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അവരുടെ വിഷമം കൊണ്ടും വിശപ്പ് കൊണ്ടും പറഞ്ഞതാണ്. പക്ഷേ അത് ഞാൻ കേട്ടില്ല. ഞാൻ മെഡിക്കൽ കോളേജിൽ എന്റെ മകനെ ഒരു ട്രീറ്റ്മെന്റ് ഉള്ള ബന്ധത്തിൽ ഞാനായിരുന്നു. ആ രാത്രിയിൽ എനിക്ക് ഒരു ഫോൺ കോൾ വരുവാനിടയാക്കുന്നു. തിരുവല്ലയിൽ നിന്നും പാസ്റ്റർ ഗോപിനാഥൻ ആചാര്യ എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് അന്ന് എന്നെ ഫോണിൽ വിളിച്ചത്. റെയിൽ പാളത്തിൽ തേടിയെത്തിയ ദൈവസ്നേഹം എന്ന് പറഞ്ഞ എന്റെ ഒരു സാക്ഷ്യം ചില കാലങ്ങൾക്ക് മുമ്പ് ഒരു മാഗസിനിൽ വരുവാനിടയായിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് എന്റെ ഫോൺ നമ്പർ കിട്ടുവാനിടയായിരുന്നത്. അദ്ദേഹം ആ ഫോൺ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മാത്യൂസേ, ഞാൻ 2 ദിവസമായി മാത്യൂസിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്യൂസിന്റെ വീട് എവിടെയാണ്, എനിക്ക് അവിടെ കടന്നു വരണമെന്ന് അദ്ദേഹം വിളിച്ചു പറയാനിടയായിരുന്നു. ഞാൻ വീടും വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം തിരുവല്ലയിൽ നിന്നും പാമ്പാടിയുള്ള വീട്ടിലേക്ക് ഒരു വലിയ കോരിച്ചൊരിയുന്ന മഴയത്ത് അദ്ദേഹം കടന്നു വന്നു. ആമേൻ. ഒരു വാഹനം നിറയെ ആഹാര സാധനങ്ങളുമായി പല വ്യഞ്ജന സാധനങ്ങളുമായി അദ്ദേഹം കടന്നു വന്നു. ഏത് പ്രയാസമായിരുന്നാലും ഏത് പ്രതിസന്ധി ആയിരുന്നാലും കരുതുവാൻ കഴിയുന്ന സ്വർഗത്തിലെ വലിയവനാധിപത്യത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായത് ഈ തരുണത്തിൽ ഞാൻ ബഹുമാന്യ ശ്രോതാക്കൾക്ക് ആമേൻ ആത്മാർത്ഥമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പാമ്പാടിയിൽ കുടുംബമായി പാർത്തുകൊണ്ട് എരുമേലിക്കടുത്തുള്ള ഫിലദൽഫിയ ഗോസ്ബൽ ചർച്ച് എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ പരസ്യ സ്ഥലങ്ങളിൽ കവലകളിൽ യേശുവിനെ സാക്ഷിക്കുവാൻ ഞാൻ അവസരങ്ങൾ എനിക്ക് വിനിയോഗിക്കുകയാണ്. അതിനായി എന്നെ പ്രാപ്തനാക്കിയ സ്വർഗത്തിലെ വലിയവനാധിപത്യത്തിന്റെ സന്നിധിയിലെ എന്റെ സകല മാനവും മഹത്വവും ഞാൻ സമർപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ മാർച്ച് മാസം 18-ാം തീയതി ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഞാൻ മടങ്ങി വരുമ്പോൾ വഴിയരികിൽ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ എനിക്കുണ്ടായി. ഏകദേശം 2 മണിക്കൂറുകളോളം ആ വഴിയരികിൽ കിടന്നു ബോധരഹിതനായി കിടക്കുവാനിടയായി തീർന്നു. ആ വഴിയാത്രയിൽ ആരുടെയും സഹായത്തിലാണ് തിരിച്ചെനിക്ക് ഹോസ്പിറ്റലിലേക്ക് കിടന്നു വരുവാനിടയായിരുന്നത്. ഞാനൊരു പ്രാർത്ഥനാ വിഷയം ഓർപ്പിക്കുവാനാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. 1960 കാലഘട്ടങ്ങളിൽ കൊച്ചറ എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ പഴയ മണ്ണെണ്ണപ്പാട്ടിയുടെ ചുവട് വെട്ടി അത് കോളാമ്പി പോലെ ആക്കി സുവിശേഷങ്ങൾ വിളിച്ചു പറഞ്ഞ ഒരു ഉപേക്ഷിയുടെ കൊച്ചുമകനാണ് ഞാൻ. കഴിഞ്ഞ ചില വർഷങ്ങളായി പരസ്യയോഗങ്ങളിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. പരിമിതമായ ഒരു ജീവിത സാഹചര്യമാണ് എനിക്കുള്ളത് കൊണ്ട് ഒരു ചെറിയ മൈസെറ്റ് വാങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇദ്രണത്തിൽ മാന്യ ശ്രോതാക്കളുടെ പ്രാർത്ഥനയും സഹകരണവും ആത്മാർത്ഥമായ പ്രതീക്ഷ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്റെ ജീവിതാനുഭവങ്ങളിൽ എത്രത്തോളം അത്ഭുതങ്ങളെ അനുഗ്രഹങ്ങളെ ചെയ്യുവാൻ കഴിഞ്ഞ സർവശക്തനാധിപം മേലെല്ലാം സഹായിപ്പാൻ ശക്തനാണ് എന്നുള്ള എളിയ പ്രബോധനത്തോടും പ്രാർത്ഥനയോടുകൂടെ എനിക്ക് ഈ അവസരത്തിൽ നൽകിയ ബഹുമാനപ്പെട്ട ദൈവദാസനോടും എന്നെ ശ്രമിച്ച എല്ലാ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ തന്നെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.